22,195 വേക്കൻസിയുമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്താ വന്നേക്കാണ്. അതായത് ജനുവരി 31 നോട്ടിഫിക്കേഷൻ വന്നു. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 3 ദിവസങ്ങളായി. അപ്പോൾ നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി കാണാം. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് സോണിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ജോലി കിട്ടും? വേക്കൻസി കൂടുതലുള്ള സോൺ ഏതാണ്? ചെന്നൈ അടുത്താണെങ്കിലും സേഫ് ആണോ? അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്നത്തെ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മൊത്തം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5 സോണുകൾ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് മുമ്പായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ്, SSC RRB ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒരിക്കലും നിങ്ങളെ കണ്ടന്റ് നിരാശപ്പെടുത്തില്ല. എപ്പോഴും ഏറ്റവും മികച്ചത് മാത്രം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കുക, 22,195 വേക്കൻസിയുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നേക്കുന്നത്. ഇവിടെ ഏറ്റവും അധികം വേക്കൻസി ഉള്ള പോസ്റ്റ് ട്രാക്ക് മെയിൻ്റനർ ആണ്. സോ ട്രാക്ക് മെയിൻ്റനർ നോക്കുകയാണെങ്കിൽ 10,742 വേക്കൻസി, അതായത് ആകെ വേക്കൻസിയുടെ ഏതാണ്ട് ഒരു 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരൊറ്റ പോസ്റ്റാണ് ട്രാക്ക് മെയിൻ്റനർ. 10,742 വേക്കൻസിയാണുള്ളത്. പക്ഷെ അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. B1 ആണെങ്കിലും അവിടെ വിഷന് പ്രശ്നമുള്ളവർക്കോ ഹിയറിംഗിന് പ്രശ്നമുള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾ ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾ കാഴ്ച ഓക്കെയാണ്, കേൾവി ഓക്കെയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ ആദ്യ പ്രിഫറൻസ് നിങ്ങൾ എഴുതി വയ്ക്കുക, ട്രാക്ക് മെയിൻ്റനർ വെച്ചേക്കുക. അതിപ്പോ എവിടെയാണെങ്കിലും ഏത് സോൺ ആണെങ്കിലും ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ട്രാക്ക് മെയിൻ്റനർ ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത് പോയിന്റ്സ്മാൻ ആണ്. പോയിന്റ്സ്മാൻ 5,111 വേക്കൻസിയാണ് പോയിന്റ്സ്മാൻ ഉള്ളത്. അത് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. അപ്പൊ A2 ആകുമ്പോൾ അവിടെയും വിഷന് പ്രശ്നമുള്ള ആൾക്കാർക്ക്, ഹിയറിംഗിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് പ്രിഫറൻസ് വയ്ക്കുമ്പോൾ ഏത് സോൺ ആയാലും കുഴപ്പമില്ല, ഫസ്റ്റ് ഏത് വയ്ക്കുക. നിങ്ങൾ മെഡിക്കലി ഹൈ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഫസ്റ്റ് ട്രാക്ക് മെയിൻ്റനർ വയ്ക്കുക, സെക്കൻഡ് പോയിന്റ്സ്മാൻ പ്രിഫറൻസ് കൊടുക്കുക. ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം 1,478 വേക്കൻസിയാണുള്ളത്. അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. അപ്പോൾ നിങ്ങൾ സ്പെക്സ് വയ്ക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, അതായത് സ്പെക്സ് വയ്ക്കുന്ന ആൾക്കാരാണ്, കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവരെല്ലാം തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാം. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോമും, രണ്ടാമതായിട്ട് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC കൊടുക്കാം. മൂന്നാമത് ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോമും, നാലാമത് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC ആണ്. അത് കഴിഞ്ഞ് അഞ്ചാമത് ഏറ്റവും അധികം വേക്കൻസി വരുന്നത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ. 894 വേക്കൻസിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ട്രാക്കിലെ ജോലിയാണ്, വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. അവിടെയും സ്പെക്സ് വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ മേലിൽ കൂടെ ലൈൻ പോകുന്നില്ലേ, ആ ലൈനിന്റെ മെയിൻ്റനൻസ് ആണ് വരുന്നത്. അവിടെ 764 വേക്കൻസി ഉണ്ട്. വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. പക്ഷെ വിഷന് പ്രശ്നമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ. 654 വേക്കൻസി ഉണ്ട്. B1 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സ്പെക്സ് ഒക്കെ വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് വരുന്നത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണ്. 558 വേക്കൻസി ഉണ്ട്. വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. പക്ഷേ വിഷന് പ്രശ്നമുള്ളവർക്കോ ഹിയറിംഗിന് പ്രശ്നമുള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. 560 വേക്കൻസി ഉണ്ട്. A3 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. വിഷന് പ്രശ്നമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കഴിഞ്ഞ് വരുന്നത് അസിസ്റ്റന്റ് പെർമനന്റ് വേ. 456 വേക്കൻസി ഉണ്ട്. വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. അതും വിഷന് പ്രശ്നമുള്ളവർക്കോ ഹിയറിംഗിന് പ്രശ്നമുള്ളവർക്കോ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദെൻ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ 400 വേക്കൻസി ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. വിഷന് പ്രശ്നമുള്ളവർക്ക് എല്ലാം അത് പ്രിഫറൻസ് കൊടുക്കാം. മൂന്നാമതോ നാലാമതോ ആയിട്ട് പ്രിഫറൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഓരോ പോസ്റ്റിന്റെ വേക്കൻസി ഇതാണ്. ഇനി നമുക്ക് നോക്കാം ഏത് സോണിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഏതാണ് സേഫ് സോൺ. മക്കളെ നോക്കാം, ഇതാണ് ഓരോ സോണിന്റെ വേക്കൻസി വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഈ കളർ വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അതായത് ഒന്നാമതായിട്ട് ഏറ്റവും അധികം വേക്കൻസി ഉള്ളതിന് നമുക്ക് പച്ച കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തതിന് നമുക്ക് റെഡ് കളറിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോടാ. ഒന്ന് വെസ്റ്റേൺ റെയിൽവേ ആണ്. സോ വെസ്റ്റേൺ റെയിൽവേ മുംബൈ നോക്കുകയാണെങ്കിൽ 3,148 ചില്ലറയൊന്നുമല്ല, 3,148 വേക്കൻസിയാണ് ഈ മുംബൈക്ക് വരുന്നത്. 3,148. സോ ധൈര്യമായിട്ട് നമുക്കത് ചൂസ് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വേക്കൻസി ഉണ്ട്. അതിനകത്ത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 1,160 വേക്കൻസി ഉണ്ട്. ദെൻ OBC ആണെങ്കിൽ 698 വേക്കൻസി ഉണ്ട്. മുംബൈ ഒരു സേഫ് സോൺ ആണ്. രണ്ട്, നോർത്ത് വെസ്റ്റ് റെയിൽവേ ജയ്പൂർ.
974 വേക്കൻസി മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ റെഡ് കളറിലൊന്ന് മാർക്ക് ചെയ്യണം. മൂന്നാമത് വരുന്നത് നോർത്ത് സെൻട്രൽ റെയിൽവേ അലഹബാദ് ആണ്. 1183 വേക്കൻസി ആണുള്ളത്. അലഹബാദ് ആയതുകൊണ്ട് തന്നെ ആ റീജിയൻ കോമ്പറ്റീഷൻ ഉണ്ട്. സോ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ റീജിയൻ സജസ്റ്റ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് സൗത്ത് വെസ്റ്റ് റെയിൽവേ ഹൂബ്ലി, 90 വേക്കൻസി ആണുള്ളത്. സോ ഒരിക്കലും ഞാൻ ഈ റീജിയൻ സജസ്റ്റ് ചെയ്യത്തില്ല, വേക്കൻസി ഭയങ്കര കുറവാണ്. നെക്സ്റ്റ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ, ജബൽപൂർ ആസ്ഥാനമായി വരുന്ന വെസ്റ്റ് സെൻട്രൽ റെയിൽവേ, 1147 വേക്കൻസി ഉണ്ട്. ആ റീജിയന്റെ ഒരു പ്രത്യേകത, സെൻട്രൽ ബെൽറ്റിന്റെ ഒരു പ്രത്യേകത, അവിടെ PSC ഒരു വലിയ റോൾ വഹിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ റെയിൽവേ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് പോയി കോമ്പീറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലി നല്ലൊരു തീരുമാനമായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ 803 വേക്കൻസി ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, വേക്കൻസി കുറവാണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ വരുന്നത് 1199 വേക്കൻസി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, മോഡറേറ്റ് ആണ്, നിങ്ങൾ തീരുമാനിക്കുക, വേണമെങ്കിൽ വയ്ക്കാം അല്ലെങ്കിൽ വയ്ക്കേണ്ട. ഞാൻ ജസ്റ്റ് അതിന് അതുകൊണ്ട് ഒരു മഞ്ഞ കളറിലോട്ട് അങ്ങ് മാർക്ക് ചെയ്ത് അങ്ങനെയാണ്. ഓക്കെ. അത് കഴിഞ്ഞ നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി ആസ്ഥാനമായി വരുന്ന നോർത്തേൺ റെയിൽവേ. മക്കളെ നോർത്തേൺ റെയിൽവേ വയ്ക്കാമെന്ന് വെച്ചാൽ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് നോർത്തേൺ റെയിൽവേയിലാണ്. 3537 വേക്കൻസി. പലരും പറയും ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, നോർത്തേൺ റെയിൽവേയിൽ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ വേക്കൻസി ഉണ്ടെങ്കിലേ നമുക്ക് നിയമനം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ല, വേക്കൻസി ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ നമുക്ക് നോർത്ത് റെയിൽവേ നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ സദേൺ റെയിൽവേ ചെന്നൈ, നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സദേൺ റെയിൽവേ ആണ്, ചെന്നൈ ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേക്കൻസി ചെന്നൈയിലെ കുറവാണ്. 1036 വേക്കൻസി മാത്രമേ ചെന്നൈയിൽ വരുന്നുള്ളൂ. ഓക്കെ, അത് എല്ലാവരും മനസ്സിലാക്കണം. അതായത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം RRB ഇല്ല, നമുക്ക് എവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെന്നൈ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, തൊട്ടടുത്ത് കിടക്കണമെങ്കിൽ. അതായത് തിരുവനന്തപുരമൊക്കെ വരുന്നത് എവിടെയാണ്? ചെന്നൈയുടെ കീഴിലാണ് തിരുവനന്തപുരമൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും, കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും വയ്ക്കാൻ പോകുന്നത് ചെന്നൈ ആയിരിക്കും. കാര്യം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എക്സാം എഴുതാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും എവിടെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ചെന്നൈ ചൂസ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ചെന്നൈയും ഒരു പച്ച കളറിൽ മാർക്ക് ചെയ്യാണ്. അത് മാത്രമാണ് അതിന്റെ റീസൺ. ഓക്കെ. നെക്സ്റ്റ് നോർത്ത് ഈസ്റ്റ് റെയിൽവേ ഗോരഖ്പൂർ, 1196 വേക്കൻസി ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ദ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ, യെസ്, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഗുവാഹട്ടി ആസ്ഥാനമായിരുന്ന നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ 1776 വേക്കൻസി ആണുള്ളത്. കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവാണ്. നിങ്ങൾക്കൊരു ജോലിയാണൊക്കെ ആദ്യം ആവശ്യമെങ്കിൽ, എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, ജോലിയാണ് ആവശ്യം, അങ്ങനെയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യാം? ഗുവാഹട്ടി ചൂസ് ചെയ്യാം. അതൊരു സേഫ് സോൺ ആണ്. അതിന്റെ പ്രത്യേകത 718 വേക്കൻസി ആണ് UR കാറ്റഗറിക്ക് വരുന്നത്. 718 ചെറുതല്ല. OBC ആണെങ്കിൽ 480 വേക്കൻസി ഉണ്ട്. SC ആണെങ്കിൽ 266 വേക്കൻസി ഉണ്ട്. SC ആണെങ്കിൽ 133 വേക്കൻസി ഉണ്ട്. സോ ഗുവാഹട്ടി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഒരു സേഫ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് അടുത്ത് വരുന്നത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ കൊൽക്കത്ത, നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. 1180 വേക്കൻസി ഉണ്ട്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു? റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, കളർ നമുക്ക് മാറ്റിയിടാം, റെഡ് അടിച്ചിടാം. അത് കഴിഞ്ഞ് സെൻട്രൽ റെയിൽവേ മുംബൈ, 2012 വേക്കൻസി ഉണ്ട്. ഓക്കെ ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാം. 2012 വേക്കൻസി ഒരു വലിയ വേക്കൻസി ആണ്. അത് കഴിഞ്ഞ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ നോക്കുകയാണെങ്കിൽ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹാജിപ്പൂർ 976 വേക്കൻസി വെച്ചിട്ട് കാര്യമില്ല. ദെൻ സൗത്ത് ഈസ്റ്റ് റെയിൽവേ കൊൽക്കത്ത 955 വേക്കൻസി വെച്ചിട്ട് കാര്യമില്ല. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ് 1016 വേക്കൻസി. URനൊക്കെ വെറും 376 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല? സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന എത്രണ്ണമാണ്? ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 1, 2, 3, 4, 5 RRB ആണ് നമ്മൾ മൊത്തം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 5 RRB നമുക്ക് വയ്ക്കാം. ഇനി ഇതിൽ ഏതാണ് ബെസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഏതൊക്കെയാ സെലക്ട് ചെയ്തത്? വെസ്റ്റേൺ റെയിൽവേ മുംബൈ നമ്മൾ സെലക്ട് ചെയ്തു, നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി സെലക്ട് ചെയ്തു, സദേൺ റെയിൽവേ ചെന്നൈ സെലക്ട് ചെയ്തു, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഗുവാഹട്ടി സെലക്ട് ചെയ്തു, ദെൻ സെൻട്രൽ റെയിൽവേ മുംബൈ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ 5 സോണുകൾ നമ്മൾ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തായിരുന്നു. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഞാനിപ്പോ പോസ്റ്റ് പാരാമീറ്റേഴ്സിനെ നേരത്തെ പറഞ്ഞായിരുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സദേൺ റെയിൽവേ ചെന്നൈ നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആൾക്കാരും വയ്ക്കുന്നത് തൊട്ടടുത്തായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എവിടെയായിരിക്കും? ചെന്നൈയിലായിരിക്കും. കിട്ടുമെന്നുള്ളൊരു ഉറപ്പല്ല, തൊട്ടടുത്ത് അവിടെയാണ്, മറ്റൊരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ വേക്കൻസി വെച്ച് നമുക്കൊന്ന് നോക്കാം. മക്കളെ ഇവിടെ ഫസ്റ്റ് നോക്കി, ഏറ്റവും അധികം വേക്കൻസി കിടക്കുന്ന എവിടെയാണ്? ട്രാക്ക് മെയിൻ്റെനർ ആണ്.
അതായത് ട്രാക്ക് മെയിൻ്റനർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 556 വേക്കൻസി ആണ് ദാ കിടക്കുന്നത്. ചില്ലറയൊന്നുമില്ല, 556 വേക്കൻസി അവിടെ ഫസ്റ്റ് കിടപ്പുണ്ട്. സോ നിങ്ങൾ ഫിസിക്കലി ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസിൽ ഏത് കൊടുക്കുക? ട്രാക്ക് മെയിൻ്റനർ നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് പോയിന്റ്സ് മാൻ ആണ്. പോയിന്റ്സ് മാൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 241 വേക്കൻസി ആണ് ആകെ വരുന്നത്. സെക്കൻഡ് പ്രിഫറൻസിൽ ഏത് കൊടുക്കാം? പോയിന്റ്സ് മാൻ നിങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൺ ആണ്. 65 വേക്കൻസിയാണ് കാരേജ് ആൻഡ് വേഗൺ കിടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ, 43 വേക്കൻസിയാണ് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അത് നെക്സ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC 37 വേക്കൻസി ഉണ്ട്. നെക്സ്റ്റ് പ്രിഫറൻസ് അത് കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം പ്രിഫറൻസ് കൊടുക്കാം. നെക്സ്റ്റ് 30 വേക്കൻസിയാണ് അടുത്ത് വരുന്നത്. അടുത്ത പ്രിഫറൻസ് നിങ്ങൾക്ക് അത് കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 24 വേക്കൻസി ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് 19 വേക്കൻസി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ലോക്കോഷൻ ഇലക്ട്രിക്കൽ 13 വേക്കൻസി. ദെൻ അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പെർമനന്റ് വേ 8 വേക്കൻസി. ഇങ്ങനെ നിങ്ങൾക്ക് ചെന്നൈയിലെ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചെന്നൈ വയ്ക്കുമ്പോൾ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കോമ്പറ്റീഷൻ ഹെവി ആയിരിക്കും. അതൊരു ഡീമെറിറ്റാണ്. കോമ്പറ്റീഷൻ ഹെവിയാണ്, നല്ല കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓണസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്ന സുഖമോ സന്തോഷമോ ഒന്നും എവിടെ കിട്ടത്തില്ല, ബാക്കി ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിവേക് എക്സ്പ്രസ്സിൽ ഒന്ന് കയറി നോക്കുക. വിവേക് എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അങ്ങോട്ടുള്ള ജീവിതം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആരെയും കളിയാക്കുന്നതല്ല, നമ്മളിവിടെ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടതാണ്. സോ അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ബാക്കി ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ ഹൈ ആണ്. ഹൈ മീൻസ് എങ്ങനെ? വലിയ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അതായത് ഗുവാഹത്തിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ആയിരിക്കും. ഓക്കെ, പക്ഷേ നാട്ടിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. നാടെന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടണമെന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അസിസ്റ്റന്റ് ലോക്കോഷൻ ഇലക്ട്രിക്കൽ കേരളത്തിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നുമില്ല, വർക്ക്ഷോപ്പ് ഒന്നുമില്ല. ഒരിക്കലും നമുക്ക് അതൊക്കെ വെച്ചാൽ കേരളത്തിൽ കിട്ടത്തില്ല. തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ മൊത്തം സർവ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു സമയത്ത് നമുക്ക് നാട്ടിലോട്ടൊക്കെ വരാൻ പറ്റും. ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രാക്ക് മാൻ ഒക്കെ ആണെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോയിന്റ്സ് മാൻ ആണെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടും. ബ്രിഡ്ജ് ആണെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടും. കാരേജ് ആൻഡ് വേഗൻ ആണെങ്കിൽ നാട്ടിൽ തന്നെ കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് വീടിനടുത്തൊന്നും കിട്ടത്തില്ല, പക്ഷെ കേരളത്തിൽ നമുക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റും. ഡിമെറിറ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി വേക്കൻസി ഇച്ചിരി കുറവാണ്, ഒരുപാട് കുറവല്ല. സോ നിങ്ങൾ തീരുമാനിക്കാം. മക്കളെ, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബാക്കി ഒരു സ്ഥലത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ചെന്നൈ ചൂസ് ചെയ്യാം. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചെന്നൈ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തേക്കുക. മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എന്താണ്, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ബാക്കിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും എവിടെ പോയാലും കുഴപ്പമില്ല, ഏത് നരകത്തിലൂടെ നമ്മൾ പോകാം, പക്ഷെ നമുക്കൊരു ജോലി കിട്ടണം. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കത്തില്ല ചിന്ത. പിന്നെ നിങ്ങൾക്ക് ഒരു ഫാമിലി കാണും, അച്ഛൻ കാണും, അമ്മ കാണും. നിങ്ങൾക്ക് വയസ്സാവും, അവർക്ക് വയസ്സാവും, അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ നാട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ചെന്നൈ നിങ്ങൾ ചൂസ് ചെയ്തോ. പക്ഷെ അവിടെ ഈ ഫിസിക്കലി സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക്, അതായത് സ്പെക്സ് ഒക്കെ വയ്ക്കാത്തവർക്ക്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആയവർക്ക് നല്ല ചാൻസ് ആണ്. വേറെ ഒന്നും സ്ഥലത്തും വയ്ക്കണമെന്നില്ല, ചെന്നൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ എവിടെ വേണോ വില്ലിങ് ആണ്, ഏത് സ്ഥലത്ത് വേണോ ഞാൻ പോവാം, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി, ആ ഒരു ചാൻസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗുവാഹത്തി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1776 വേക്കൻസി കിടപ്പുണ്ട്. 1776 വേക്കൻസി. അപ്പൊ അവിടെയും ഏറ്റവും അധികം വേക്കൻസി വരുന്നത് ആർക്കാണ്? ഏറ്റവും അധികം വേക്കൻസി വരുന്നത് ട്രാക്ക് മെയിൻ്റനർക്ക് തന്നെയാണ്. എത്ര വേക്കൻസി കിടപ്പുണ്ട്? 884 വേക്കൻസി കിടപ്പുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. സെക്കൻഡ് ആണെങ്കിൽ പോയിന്റ്സ് മാൻ 500 വേക്കൻസി കിടപ്പുണ്ട്. നെക്സ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ബാക്കിയെല്ലാം മൂന്നാമത് വരുന്നത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം 148 വേക്കൻസി കിടപ്പുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. വലിയൊരു കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ എക്സാം വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് പോയി എക്സാം എഴുതിയെന്ന് വരാം, പക്ഷെ ആവത്തില്ല. ആസാമൊന്നും അങ്ങനെ ഒരാൾ പോയി നിൽക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല, നോർത്ത് ഈസ്റ്റ് ഒന്നും തന്നെ. അപ്പൊ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിരിക്കും, അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നെക്സ്റ്റ് വരുന്നത് ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് എവിടെ? ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ഡൽഹിയാണ്. നിങ്ങൾക്ക് ഡൽഹി ചൂസ് ചെയ്യാം. ഡൽഹി നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും അധികം വേക്കൻസി ഉള്ള പോസ്റ്റ് ഏത് തന്നെയാണ്? ട്രാക്ക് മെയിൻ്റനർ ആണ്. 1764 വേക്കൻസി കിടപ്പുണ്ട്. രണ്ടാമത് വരുന്നത് പോയിന്റ്സ് മാൻ 524 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണ്. 307 വേക്കൻസി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൺ 251 വേക്കൻസി ഉണ്ട്. സോ നിങ്ങൾക്ക് ആ വേക്കൻസി നോക്കി നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം മുംബൈ, വെസ്റ്റേൺ റെയിൽവേ മുംബൈ ആണ്. 3148 വേക്കൻസിയാണ് ആകെ ഉള്ളത്. 3148 വേക്കൻസി. അതിൽ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ട്രാക്ക് മെയിൻ്റനർ ആണ്. 1599 വേക്കൻസി ഉണ്ട്. രണ്ടാമത് പോയിന്റ്സ് മാൻ 751 വേക്കൻസി ഉണ്ട്. മൂന്നാമത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം 300 വേക്കൻസി കിടപ്പുണ്ട്. നാലാമത് വരുന്നത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൺ 152 വേക്കൻസി ഉണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. ഓക്കെ, മുംബൈ ഏറ്റവും അധികം വേക്കൻസി 3148 വേക്കൻസി ചെറുതല്ല. ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ഡൽഹിയിലും രണ്ടാമത് മുംബൈയിലുമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗുവാഹട്ടി, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ റെയിൽവേ മുംബൈ, അവിടെയും നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ നോക്കുകയാണെങ്കിൽ പോയിന്റ്സ് മാൻ 543 വേക്കൻസി കിടപ്പുണ്ട്. ട്രാക്ക് മെയിൻ്റനർ 681 വേക്കൻസി കിടപ്പുണ്ട്. ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് മെയിൻ്റനർ ആണ്. ഇങ്ങനെ വേക്കൻസി കിടപ്പുണ്ട്. അതായത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 5 സോണുകൾ ഏതൊക്കെയാണ്? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 5 സോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് ചെന്നൈ നമുക്ക് ചൂസ് ചെയ്യാം, സദേൺ റെയിൽവേ ചൂസ് ചെയ്യാം. 2 ഡൽഹി നമുക്ക് ചൂസ് ചെയ്യാം. 3 വെസ്റ്റേൺ റെയിൽവേ മുംബൈ ചൂസ് ചെയ്യാം. 4 ഗുവാഹത്തി നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ സെൻട്രൽ റെയിൽവേ മുംബൈ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നാട്ടിൽ തന്നെ നിൽക്കണം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണ്, സദേൺ റെയിൽവേ ചൂസ് ചെയ്യാം. നിങ്ങളെ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ചെന്നൈ വയ്ക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം മറ്റൊരു സ്ഥലത്ത് പോയി നമുക്ക് ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി പക്ഷെ എനിക്ക് എവിടെ വേണോ ഞാൻ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്, ഒരു ജോലി കിട്ടണം, അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ ഗുവാഹട്ടി നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ വേക്കൻസി നല്ലോണം നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ ഡൽഹിയോ മുംബൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതാണ് ഒരു അനാലിസിസ് വരുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഞാൻ തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അപേക്ഷിക്കരുത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപേക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണും ഓരോ പോസ്റ്റും എന്താണ്, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, ഏത് സോണാണ് സേഫ്, എന്തുകൊണ്ട് സേഫ്, നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുത്ത്, അങ്ങനെയൊക്കെ ഏതെല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കാണും. ഇനി എന്ത് ചെയ്തോ? ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോ. എന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു കിഡിലം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ പേര് അശ്വ എന്നാണ്. മക്കളെ, ഒരു കാര്യം ഉറപ്പ് തരാം, ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു ഫാക്കൽറ്റി എന്തൊക്കെയാണ് ഒരു ക്ലാസ്സിനകത്ത് പറയുന്നത്, ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. പിന്നെ നല്ലൊരു ഡെഡിക്കേറ്റഡ് ഒരു ടീമിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാമായിട്ട് അടിപൊളിയായിട്ട് ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് അശ്വ എന്ന ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഈ നമ്പർ കണ്ടോ, 8281223366, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. വെറും 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് താഴെ ഞാൻ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോ, എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കാം. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.